സ്പേസ് ചാനലിൻ്റെ ചലോ ബദ്രഹേം പരിപാടിയിലേക്ക് എല്ലാവർക്കും പ്രാർത്ഥനാപൂർവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചലോ ബദ്രഹേം പരിപാടിയിൽ ബദ്രഹേമിലേക്കാണ്. ബദ്രഹേം പുൽക്കൂട് ഉണ്ടായിരുന്ന സ്ഥലത്തേക്കാണ്. പുൽക്കൂടിൻ്റെ പള്ളി, അവിടേക്കാണ് നമ്മൾ പോവുക. നിങ്ങൾക്കെല്ലാവർക്കും ആഗ്രഹമുണ്ടായിരിക്കും ഈ ബത്ലഹേമിലെ പുൽക്കൂടിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളതിനെ കുറിച്ച്. പുൽക്കൂട് ഇപ്പോഴും സജീവമാണ്, തീർത്ഥാടകരെ കൊണ്ട് സജീവമാണ്. ബത്ലഹേമിലെ പുൽക്കൂട് പള്ളി വളരെ വിശാലമായ ദേവാലയമാണ്. അതിൻ്റെ ആ പള്ളിയുടെ അടിപ്പള്ളിയിലാണ് ഉണ്ണിമിശിഹ പിറന്നതിൻ്റെ ഇടമെന്ന് പറയും. ആ ഇടത്ത് വലിയൊരു പ്രത്യേകതയുണ്ട്. 14 കതിരുകൊണ്ടുള്ള ഒരു നക്ഷത്രം പ്രതീകാത്മകമായിട്ട് സൃഷ്ടിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ ലോകത്തിലുള്ള വിശ്വാസികളെ യേശുവിനെ അറിയുകയും യേശുവിനെ മനസ്സിലാക്കുകയും ചെയ്ത ഏതൊരു വ്യക്തിക്കും ഈ ബത്ലഹേമിലെ കാലിത്തൊഴുത്തിലെ പള്ളിയിലെത്തണമെന്നുള്ള ആഗ്രഹം. അവിടെ ആ പള്ളിയിലെ അടിപ്പള്ളിയിൽ 14 കതിരുകളുള്ള നക്ഷത്രത്തിൽ അതിൻ്റെ നടുക്ക് ഒരു മുത്തം, തല കുനിഞ്ഞ് ആചരിച്ച് ആ 14 കതിരുകളുള്ള നക്ഷത്രത്തിൻ്റെ നടുവിൽ കുമ്പിട്ട് ആരാധിക്കുന്നതിന് ഒത്തിരി ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പള്ളിയും ഈ പള്ളിയുടെ പരിസരങ്ങളുമെല്ലാം ഒത്തിരി അടിച്ചമർത്തലുകൾ നേരിട്ടിട്ടുള്ള കാലമുണ്ടായിരുന്നു. ഒത്തിരി അന്യവത്കരിക്കപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു. എല്ലാം തകർത്ത് കളഞ്ഞതിൻ്റെ ഒരു കാലമുണ്ടായി. യേശുവിൻ്റെ ഈ ജനന സ്ഥലം പോലും ഈ ചരിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമാക്കാൻ ആളുകൾ പരിശ്രമിച്ചിട്ടുണ്ട്. ആ ദേവാലയത്തിലെ ഉണ്ണിമിശിഹ പിറന്ന ഇടത്ത് കർഷകരുടെ ദേവനെ പ്രതീക്ഷിക്കാൻ റോമാ സാമ്രാജ്യം ഒത്തിരി പരിശ്രമിച്ചിട്ടുണ്ട്. കർഷകരുടെ ദേവനെ പ്രതീക്ഷിച്ച് ആ ചരിത്രം മുഴുവൻ ഉണ്ണിമിശിഹായെയും ഉണ്ണിമിശിഹായുടെ ജനനത്തെയും ആ പുൽക്കൂടിനെയും ബത്ലഹേമിലെ ചരിത്രത്തെയും എല്ലാം അവതൃപ്തിപ്പെടുത്താൻ ഉള്ള പരിശ്രമങ്ങൾ ഒത്തിരി നടന്നു. എങ്കിലും കാലഘട്ടം അതിന് സമ്മതിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ബത്ലഹേമിലെ ദേവാലയവും ദേവാലയത്തിൻ്റെ അടിപ്പള്ളിയും 14 കതിരുകളുള്ള നക്ഷത്രവും എല്ലാം ഇപ്പോഴും ഉണ്ട്.